എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജയ്കുമാർ. KMTVയുടെ വെസ്റ്റേൺ വയലിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ CH ഹോൺമാൻ്റെ ബുക്കിലെ 11 മുതൽ 14 വരെയുള്ള എക്സസൈസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം. പതിനൊന്നാമത്തെ എക്സസൈസ്, നമ്മളിത് വായിക്കുമ്പോൾ ഹോൾ ബോ ഇടണം. ഫസ്റ്റ് ബോ താഴോട്ടാണ്, സെക്കൻഡ് നോട്ടിൻ്റെ ബോ വായിക്കുമ്പോൾ അത് മേപ്പോട്ടും വായിക്കണം. അപ്പോൾ നമുക്ക് 11th എക്സസൈസ് നമുക്കൊന്ന് വായിക്കാം. ഇലവൻത്തിലെ എക്സസൈസ് നമ്മൾ വായിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് 2 ബീറ്റാണ്. 2 തവണ വായിച്ചിട്ട് വേണം അവസാനത്തെ 4 ബീറ്റിൻ്റെ നോട്ട് വായിക്കാൻ. നിങ്ങൾ കണ്ടു കാണും, അവിടെ ഡോട്ടുണ്ട്. അതായത് E F E F E F E F E 2 3 4 അത് കഴിഞ്ഞ് വേണം, അങ്ങനെ വേണം വായിക്കാൻ. ഇത് കുറഞ്ഞത് നമ്മളെ കൊണ്ട് എത്ര തവണ വായിക്കാമോ, 10 തവണ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, 10 കൂടുതൽ തവണ വായിക്കണമെങ്കിലും മിനിമം 2 വേണം. ഇതേപോലെ തന്നെ നമുക്ക് 12th എക്സസൈസിലേക്ക് കടക്കാം. അതിപ്രകാരമാണ്. പന്ത്രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് E F G F E F G F E. ഈ 4 ബീറ്റാണ്, അതായത് E 2 3 4. ഇനി നമുക്ക് 13ാമത്തെ എക്സസൈസ് ഒന്ന് പഠിക്കാം. ഇതാ നോക്കിക്കൊള്ളുക. ഇതിനകത്ത് വരുന്ന നോട്ടുകൾ എന്ന് പറഞ്ഞാൽ E F G A G A G F E. ഇങ്ങനെയാണ് നോട്ട്. ആ നോട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. പുതിയ നോട്ട് വരുമ്പോഴെല്ലാം അതിൻ്റെ താഴെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ അവർ എഴുതിയിട്ടുണ്ട്. ഇനി 14ാമത്തെ എക്സസൈസ് നമുക്ക് നോക്കാം.
14ാമത്തെ എക്സസൈസിൽ ഇ ജി എ ജി എഫ് ജി ഇ ഇതിൽ നിങ്ങൾ ഈ ജി എന്ന് പറയുന്ന നോട്ട് വായിക്കുമ്പോൾ ഈ ഇതുപോലെ വായിക്കരുത്. ഒരു വിരൽ വെച്ചു അടുത്തത് വെച്ചു അങ്ങനെ വായിക്കരുത്. രണ്ട് വിരലും കൂടെ ഒരേ ടൈമിങ് വെക്കണം. ജി എ ഒന്നിച്ച് ആദ്യമായിട്ട് ഒരു നോട്ടായിട്ട് ആക്കണമെങ്കിൽ എ ഇങ്ങനെ വെച്ചോ. അങ്ങനെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. നല്ല എക്സസൈസാണ് ഇത്. ഇതിനെ ഒരു ബീറ്റ് ആക്കി വായിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. 11. പതിനാലാമത്തെ എക്സസൈസ് ഞാൻ ഒരു ബീറ്റ് ആക്കി ഒന്ന് വായിക്കാം. അപ്പം ഇതിങ്ങനെ ഒരു ബീറ്റ് 2 ബീറ്റ് അങ്ങനെ ആക്കി നിങ്ങൾക്ക് വായിക്കാം. അങ്ങനെ വായിച്ച് ഇത് പഠിക്കണം. ഇതിനകത്തെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് ഈ നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിക്കുക. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ടേബിൾസ് ഓഫ് നോട്ട്സ് ആൻഡ് റെസ്റ്റ് വാല്യൂസ് ഇൻ കോമൺ ടൈം അത് വായിക്കാൻ നേരം അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് കൊണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് അതുവരെ നിങ്ങൾ വായിച്ച് പഠിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ ലെസൺസ്. കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തി എഴുതിയാണ്. പക്ഷേ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയലിൻ വായിച്ച് നല്ലപോലെ പഠിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്ത ഒരു ക്ലാസ്സുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഐ ആം അജയ് കുമാർ സൈനിങ് ഔട്ട്. താങ്ക് യു.